ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അമൃതം പൊടി കൊണ്ടുള്ള ഒരു അടിപൊളി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണമെങ്കിൽ മാത്രമേ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ പറ്റുകയുള്ളൂ കേട്ടോ. അപ്പോൾ അമൃതം ന്യൂട്രി മിക്സ് ആണിത്. അപ്പോൾ എല്ലാ മലയാളികൾക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കേരളത്തിൽ മാത്രമായിട്ട് കിട്ടുന്നൊരു ഫുഡാണ് കേട്ടോ അത്. പൂരക പോഷകാഹാരമാണ്. 6 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമായ കുട്ടികൾക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടുന്നൊരു ഫുഡാണിത്. അപ്പോൾ ഇത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് അരിച്ചെടുക്കാനാണ്. അതിലേക്ക് ഞാൻ കുറച്ച് സോഡാപ്പൊടിയും കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അരിച്ചെടുത്താണ് കേട്ടോ അത്. നമുക്ക് സോഡാപ്പൊടി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ മധുരമുണ്ട് ആ പൊടിയിൽ, എങ്കിലും നമുക്ക് മധുരത്തിന് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്കയും 2 ഗ്രാമ്പും ഇട്ട് പൊടിച്ചെടുത്താണ് കേട്ടോ അത്. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. മുട്ട നമുക്ക് ഒരെണ്ണം ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 2 എണ്ണം ഒഴിക്കുന്നുണ്ട് കേട്ടോ, കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ 2-3 സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായി അടിച്ച് എടുത്തിട്ടുണ്ട്. നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അമൃതം പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇളക്കുന്നില്ല, അമൃതം പൊടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലൂസാണെന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1 സ്പൂൺ നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ആവുന്നത് വരെ പുരട്ടി കൊടുക്കാം. അപ്പോൾ നെയ്യാണെങ്കിലും കുഴപ്പമില്ല, ഓയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നെയ്യ് ഉള്ളതുകൊണ്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ബാറ്റൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് അടിയിൽ ചിലപ്പോൾ ഇങ്ങനെ ഊറിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഇളക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല അധികം. നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് 1 തവണ മാത്രമേ കൈ കൊണ്ട് ഇളക്കി ഇങ്ങനെ കോരി ഒഴിക്കേണ്ട ആവശ്യം വന്നുള്ളൂ. ബാക്കി എല്ലാം മിക്സിൻ്റെ ജാറ് തന്നെ പണിയെടുത്തോളും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക, ബബിളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തട്ടി കൊടുത്ത ശേഷം നമുക്ക് ആകെ 1/2 ടിഫിൻ ബോക്സേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഞാൻ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് പോയിട്ടോ. അടിപൊളി കേക്കായിട്ട് കിട്ടും കേട്ടോ, ഒരു പേടിയും വേണ്ട. അപ്പോൾ ഇഡ്ഡലി പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം ഞാൻ ഇത് മേലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് 30 മിനിറ്റ് അടച്ച് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയിൽ ഇങ്ങനെ തുറന്ന് നോക്കിയതുകൊണ്ട് കുഴപ്പമൊന്നും വരത്തില്ല കേട്ടോ. ഞാൻ ഒരു കാര്യം മറന്നു. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തുറന്നാണ് കേട്ടോ. അപ്പോൾ ഒരു ഭംഗിക്കായിട്ട് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കുത്തി നോക്കാം. നല്ല സൂപ്പറായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളതിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ നുണയൊന്നുമല്ല പറയുന്നത് കേട്ടോ, സത്യമാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇതാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിൻ്റെ മേലെ ഭംഗിക്കായിട്ട് ഇട്ടതാണല്ലോ. അപ്പോൾ അത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അല്ലേ, സോഫ്റ്റായിട്ട് ഒരു ഇളക്കമൊന്നുമില്ല. എന്താ പറയുക, സാധാ കേക്ക് പോലെ തന്നെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് വിചാരിക്കുന്നു. എന്താ നോക്കൂ, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അടിപൊളി കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ കേക്ക് പോലെ തന്നെ ഉണ്ട്. ബ്രൗൺ കേക്ക് വാങ്ങത്തില്ലേ, അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. എനിക്ക് തന്നെ അതിശയം തോന്നി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലേ, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമുക്ക് ഭംഗിക്കായി വെച്ച് കൊടുത്തത് സാധാരണ കടയിലൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടായില്ലേ, അതുപോലെ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ സോഫ്റ്റ് ചെയ്ത് നമുക്കൊന്ന് മുറിച്ച് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ എന്ത് സോഫ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കത്തി വെച്ചിട്ട് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മാത്രമേ അതിൻ്റെ ഫിനിഷിംഗ് ഒന്ന് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. അതിൻ്റെ അടിയിൽ ഭാഗമൊക്കെ എല്ലാം സോഫ്റ്റായിട്ടുള്ളത് കാണാൻ സാധിക്കുള്ളൂ. കാണിച്ചു തരാം. ഉണ്ടല്ലേ, എന്താ
കടയിൽ നിന്ന് വാങ്ങുന്ന അതേ കേക്കിൻ്റെ ഷേപ്പും അതേ സോഫ്റ്റ്നെസ്സും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കൂടെ വിചാരിച്ചില്ല കേട്ടോ ഇതുപോലെ തന്നെ കിട്ടുമെന്ന്. അപ്പോൾ എനിക്ക് തന്നെ അതിശയമായി. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കുക. കുട്ടികളെ ഇങ്ങനെ അമൃതം പൊടിയൊന്നും കഴിക്കത്തില്ല എന്നൊക്കെ പറയുമല്ലോ, വാശി പിടിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സുകളൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ കുട്ടികൾ അടിപൊളിയായിട്ട് കഴിച്ചോളും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മെസ്സേജ് ചെയ്യണം. ഓക്കെ, ബൈ.